വർഗീയതയും ദേശീയതയും വളരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു കൂട്ടുപായസം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാർ മുഴുവൻ കുടിപ്പിക്കാൻ നോക്കുന്നത്. ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ശ്രീ എസ് സജീവൻ, ലാൽകുമാർ ഇവിടെ വിശദീകരിച്ചു സംഘപരിവാർ വൽക്കരണം ഏതർത്ഥത്തിലാണ്, പ്രത്യേകിച്ച് 2014 ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ഓരോ മേഖലകളിലും അജണ്ടകൾ വെച്ച് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു പ്രതീകം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിൻ്റെ ഞരമ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മഹാശൃംഖലയാണ്. അവിടെ പലവിധത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ കൊണ്ട് അത് താറുമാറാകുന്നു. സ്വകാര്യവൽക്കരണത്തിലൂടെ അവിടുത്തെ തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളുള്ളപ്പോഴാണ് ഗണഗീതം കൂടി അവതരിപ്പിച്ച് അവിടെ ഒരു സിംബോളിക് പ്രതിഷ്ഠ കൂടി നടത്താൻ RSS ഉദ്ദേശിക്കുന്നത്. ശ്രീ എസ് സജീവൻ. തീർത്തും യാദൃച്ഛികമല്ല. കാരണം RSSന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അത് നരേന്ദ്രമോദി വരുമ്പോൾ അത് വന്നതിന് ശേഷം അത് ശക്തമായ രൂപത്തിലേക്ക് നടപ്പാക്കുന്നു. കാരണം അവർ വെച്ചിട്ടുള്ള ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണല്ലോ, ഹിന്ദുക്കളെല്ലാം ഇവിടെ ഭാരതത്തിലുള്ള ആളുകളെല്ലാവരും ഹിന്ദുക്കളാണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് RSSന്റെ മേധാവി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകുന്ന രൂപത്തിൽ മനുഷ്യരുടെ മനസ്സ് അങ്ങനെ മാറ്റിയെടുക്കുക. നിങ്ങളിവിടെ ഇതുവരെ നടത്തിയിട്ടുള്ള ഗീതങ്ങൾക്കപ്പുറത്ത്, ദേശഭക്തി ഗാനങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾ പറയുന്നത് വേണം. അതായത് ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവിക്കൊടി ചൂടിയിട്ടുള്ള, കാവിക്കൊടി കയ്യിൽ വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാരതം എന്ന് പറയും, ഭാരതാംബ എന്ന് പറയുന്നതെന്നൊക്കെ രീതിയിൽ നമ്മൾ ഭാരതാംബ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സ്ത്രീയായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് മാതാവാണെന്ന രീതിയിലൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ സങ്കല്പത്തിന്റെ പോലും സത്യത്തിൽ ഇവിടെ ആവശ്യമില്ല. കാരണം പണ്ട് കാലത്തെ പോലെ ദേശങ്ങൾക്ക് വളരെ ദേശത്തിൽ ഒതുങ്ങിയിട്ടുള്ള ജീവിതമല്ല നമ്മുടേത്. നമ്മൾ ദേശത്തിനപ്പുറത്തേക്ക് ഒക്കെ പോയിട്ട് വളരെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം ഗ്ലോബൽ വില്ലേജ് എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരുവിധം ആളുകളൊക്കെ ഉപജീവനം നടത്തുന്നത് പോലും ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളുടെ എത്ര വീടുകളിൽ അവരുടെ ഉപജീവനം പോലും മറ്റു പല രാജ്യങ്ങളെയും ആധാരമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള ദേശീയത പോലും നമുക്ക് അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും അത് നല്ലതല്ല. കാരണം ഇനിയിപ്പോ നമ്മൾ ആ രീതിയിലേക്ക് ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും വർഗീയതയും ദേശീയതയും വളരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു കൂട്ടുപായസം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാർ മുഴുവൻ കുടിപ്പിക്കാൻ നോക്കുന്നത്. ഇതുപോലെ ഒരു വർഗീയത കൂടി ചേർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഗണഗീതത്തിന്റെ കാര്യത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് ദേശത്തിന്റെ ഒരു ദേശവും ദേശീയതയും വർഗീയതയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒന്നാണ്. അതാണ് RSSന്റെ ലക്ഷ്യം തന്നെ.